നമസ്കാരം, മണി ന്യൂസിലേക്ക് സ്വാഗതം. ക്രെഡിറ്റ് സ്കോർ ഇന്നത്തെ കാലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോൺ എടുക്കാനും ക്രെഡിറ്റ് കാർഡ് എടുക്കാനും തുടങ്ങി പല സാമ്പത്തിക കാര്യങ്ങൾക്കും ക്രെഡിറ്റ് സ്കോർ നല്ലതായിരിക്കണം. എന്നാൽ പല ആളുകൾക്കും ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇന്ന് നമ്മൾ ആ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. പലരും വിചാരിക്കുന്നത് പണമുള്ളവർക്ക് മാത്രമേ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകൂ എന്നാണ്. എന്നാൽ ഇത് ശരിയല്ല. സത്യം എന്തെന്നാൽ ക്രെഡിറ്റ് സ്കോർ നിങ്ങളുടെ വരുമാനം നോക്കിയല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കടങ്ങൾ കൈകാര്യം ചെയ്യുന്നു, കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നുണ്ടോ, നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയായിരുന്നു എന്നിങ്ങനെ ആശ്രയിച്ചാണ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കുന്നത്. 2. ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇടയ്ക്കിടെ ഓൺലൈൻ പരിശോധിച്ചാൽ സ്കോർ കുറയും എന്നാണ്. അതും തെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എത്ര തവണ വേണമെങ്കിലും പരിശോധിച്ചോളൂ. അതുകൊണ്ട് സ്കോർ കുറയില്ല. വാസ്തവത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൃത്യമായി അറിയുന്നത് നല്ലതാണ്. അതിലൂടെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും നിങ്ങളുടെ സ്കോർ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. 3. പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ആവശ്യമില്ലാതെ ക്രെഡിറ്റ് കാർഡുകൾ ക്ലോസ് ചെയ്യുന്നത്. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ ക്രെഡിറ്റ് സ്കോർ കൂടും എന്നാണ്. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. നിങ്ങളുടെ പഴയ ക്രെഡിറ്റ് കാർഡുകൾ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നാൽ ക്രെഡിറ്റ് സ്കോർ കണക്കാക്കുമ്പോൾ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്നൊരു ഘടകമുണ്ട്. അതായത് നിങ്ങൾക്ക് ആകെ എത്ര ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്, അതിൽ എത്ര ശതമാനം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നത്. ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആകെ ക്രെഡിറ്റ് ലിമിറ്റ് കുറയുകയും യൂട്ടിലൈസേഷൻ കൂടുകയും ചെയ്യും. ഇത് സ്കോറിനെ നെഗറ്റീവായി ബാധിക്കും. 4. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുമാനം കൂടിയാൽ ക്രെഡിറ്റ് സ്കോർ കൂടുമെന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. ക്രെഡിറ്റ് സ്കോർ നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ചല്ല, നിങ്ങളുടെ സാമ്പത്തികപരമായ ഉത്തരവാദിത്തത്തെയും നിങ്ങൾ എങ്ങനെ പണം കൈകാര്യം ചെയ്യുന്നു എന്നതിനെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. 5. പലരും കരുതുന്നത് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഏത് ലോണും എളുപ്പത്തിൽ കിട്ടും എന്നാണ്. അതും പൂർണ്ണമായും ശരിയല്ല. ക്രെഡിറ്റ് സ്കോർ പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ ലോൺ കിട്ടാൻ ഇത് മാത്രമല്ല മാനദണ്ഡം. ബാങ്കുകൾ നിങ്ങളുടെ വരുമാനം, ജോലി, തിരിച്ചടയ്ക്കാനുള്ള കഴിവ്, മറ്റ് സാമ്പത്തിക ബാധ്യതകൾ എന്നിവയെല്ലാം പരിഗണിക്കും. ക്രെഡിറ്റ് സ്കോർ ഒരു നല്ല തുടക്കം മാത്രമാണ്. 6. ചില ആളുകൾ ക്രെഡിറ്റ് കാർഡുകളോ ലോണുകളോ ഒന്നും എടുക്കാതെ ജീവിക്കും. അവർ വിചാരിക്കുന്നത് തങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകും എന്നാണ്. എന്നാൽ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും ഇല്ലാത്തത് ക്രെഡിറ്റ് സ്കോറിനെ ദോഷകരമായി ബാധിക്കാം. ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് ഉപയോഗിക്കുകയും അത് കൃത്യമായി തിരിച്ചടയ്ക്കുകയും വേണം. കടമെടുക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് എടുത്ത് ചെറിയ തുക ഉപയോഗിച്ച് കൃത്യമായി ബില്ല് അടയ്ക്കുന്നതിന് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ നല്ല ക്രെഡിറ്റ് സ്കോർ നേടാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? നിങ്ങളുടെ ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കുക. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കുറയ്ക്കുക. അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റിന്റെ 30% താഴെ മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഇടയ്ക്കിടെ പരിശോധിച്ച് തെറ്റുകൾ തിരുത്തുക. ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് കാർഡുകൾ ക്ലോസ് ചെയ്യാതിരിക്കുക. ഒരു നല്ല ക്രെഡിറ്റ് മിക്സ് നിലനിർത്തുക. ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ. നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കും അത് ഗുണകരമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.